Afternoon. Today we are going to discussing about our fourth module. നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യണത്. നമ്മൾ 3 മൊഡ്യൂൾ പഠിച്ചപ്പോൾ 3 മൊഡ്യൂളിൽ നമുക്ക് വേണ്ട മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മേസണറി വർക്കുകൾ, പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ് ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസിക് കമ്പോണൻസ് ഏതൊക്കെയാണ്. നമ്മൾ ഡ്രോയിങ് പഠിച്ചപ്പോൾ BPD പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിൽഡിങ്ങിന് മെയിനായിട്ട് കമ്പോണൻസിന് സബ്സ്ട്രക്ചർ എന്നും സൂപ്പർ സ്ട്രക്ചർ എന്നും പറയും. അതായത് ഗ്രൗണ്ട് ലെവലിൻ്റെ, അതായത് സോയിലിൻ്റെ, നമ്മളെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്കുള്ള സ്ട്രക്ചേഴ്സിനെ സൂപ്പർ സ്ട്രക്ചർ എന്നും ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്തേക്കുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, സബ് സ്ട്രക്ചർ എന്നും പറയും. അതിൽ ആ സബ് സ്ട്രക്ചറിൽ വരുന്നത് ഫൗണ്ടേഷനും PCC ആണ് വരിക. സബ് സ്ട്രക്ചറിൽ ഇതിൽ ചിലപ്പോൾ PCC മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇതാണ് നമ്മളെ കമ്പോണൻസിൻ്റെ ഒരു ഫിഗറാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. റൂഫ് ഉണ്ടായിരിക്കും, വാൾസ് ഉണ്ടാവും, ടെറസ്, ഫ്ലോറ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, സ്റ്റെയേഴ്സ്, വിൻഡോ, പ്ലിന്ത്, ഡോറ്, കോളംസ്, അങ്ങനെ ഓരോ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. നമ്മൾ നോർമൽ നമ്മളെ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ അല്ലേ ചെയ്യണം. PCC എല്ലാവരും ചെയ്തോളുന്നില്ല, കാരണം ഫൗണ്ടേഷൻ നല്ല സ്ട്രെങ്തനാണെങ്കിൽ PCCൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിൽ PCC കാണിക്കാത്തത് കേട്ടോ. പിന്നെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്ലിന്ത്, ബീംസ്, കോളംസ്, വാൾസ്, ആർച്ചസ്, റൂഫ്, സ്ലാബ്, ലിൻഡൽ, പാരപ്പറ്റ്, സ്റ്റെയർകേസ്, ചഡ്ജാസ്, ലിഫ്റ്റ്, റാമ്പ്, ഡോറ്, വിൻഡോസ്, സൺഷെയ്ഡ്, വെന്റിലേറ്റർ, പ്ലിന്ത് ബീം, ചിമ്മിനി. പിന്നെ 18 കമ്പോണൻസ് ഉണ്ട്. അതിൽ ലിഫ്റ്റും റാമ്പൊന്നും നമ്മൾ ബിൽഡിംഗ് കമ്പോണൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അറിയണത് ഫൗണ്ടേഷനാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് പറയുന്നത് ഫൗണ്ടേഷനാണ്. ട്രാൻസ്മിറ്റ് ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു സബ് സോയിൽ, അതായത് ഈ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ എൻറ്റയർ ലോഡും സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത് ഫൗണ്ടേഷനാണ്. ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്, അതായത് ലോഡിൻ്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്, അതായത് സ്ട്രെങ്തന് വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് ലെവൽ സർഫസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ, അതായത് സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ഒരു ലെവൽ സർഫസ്. നമ്മളെ ഗ്രൗണ്ട് ലെവൽ പറയുന്നത് ചിലപ്പോൾ ഹില്ലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് ലെവലുള്ള സ്ഥലങ്ങളായിരിക്കാം. അത് കറക്റ്റ് ഒരു ലെവൽ സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ വരിക അല്ലേ. ടു റെഡ്യൂസ് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറയണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലിന്താണ്. അതായത് പ്ലിന്ത് എന്ന് പറയുന്നത്, പ്ലിന്തിനെ നമ്മൾ ബേസ്മെൻറ്റ് എന്നും കൂടി പറയും. അതായത് നമ്മൾ ഫൗണ്ടേഷൻ്റെ മുകളിൽ വരുന്നതിനെയാണ് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലിന്ത് അറിയണത്. സ്ട്രക്ചർ ബിറ്റ്വീൻ ഗ്രൗണ്ട് ആൻഡ് ഫ്ലോർ, അതായത് ഗ്രൗണ്ടും ഫ്ലോറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്ലിന്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ മുകളിലേക്കുമാണ് വാളിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു ഭാഗം, അതായത് ഫ്ലോറ്, നമ്മളെ ടൈലൊക്കെ വരുന്നതിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലിന്ത് എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റ് ലോഡ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ടു ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ലോഡ് ആദ്യം ബേസ്മെൻറ്റിലേക്ക് എത്തിയിട്ട് ബേസ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ കാരണം ബേസ്മെൻറ്റ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, പിന്നെയാണ് നമ്മളെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫൗണ്ടേഷനാണ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ എൻറ്റയർ ലോഡിനെ ബേസ്മെൻറ്റിലേക്ക് എത്തിച്ചിട്ട് ബേസ്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, അതായത് സൂപ്പർ സ്ട്രക്ചറിൽ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് സഹായിക്കുന്നുണ്ട് ബേസ്മെൻറ്റ് പറയുന്നത്. പ്രിവെൻറ്റ്സ് എൻട്രി ഓഫ് റെയിൻ വാട്ടർ ഇൻ ടു ദി ബിൽഡിംഗ്, റെയിൻ വാട്ടറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാനും ബേസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെൻറ്റ് എൻട്രി ഓഫ് അനിമൽസ് ആൻഡ് ഇൻസെക്ട്സ്, അതായത് ഇപ്പോൾ പ്ലിന്തിൻ്റെ ഹൈറ്റ് അറിയണത് 45 സെൻറ്റിമീറ്റർ ഉണ്ട്, 60 ഉണ്ട്, 90 ഉണ്ട്, 120 ഉണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് അനിമൽസിൻ്റെ ഒക്കെ എൻട്രി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ജനറലി പ്ലിന്ത് ഹൈറ്റ് പറയുന്നത് ഇത്രയാണ്. നമ്മൾ അതിൽ 45 സെൻറ്റിമീറ്ററിനേക്കാൾ കുറവാകാൻ പാടില്ല ഒരിക്കലും. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 45 സെൻറ്റിമീറ്റർ. പ്ലിന്ത് പ്രൊവൈഡ് ലെവൽ സർഫസ്, ഫൗണ്ടേഷനെ പോലെ തന്നെ ഒരു ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് വാൾസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലിന്ത് പ്രൊവൈഡ് ചെയ്യണത്. നെക്സ്റ്റ് ബീംസ് ആണ്. ഹൊറിസോണ്ടൽ സ്ട്രക്ചർ എലമെൻറ്റിനെയാണ് നമ്മൾ ബീംസ് എന്ന് പറയാം. സ്ലാബ്സ് ആർ പ്രൊവൈഡ് എബോവ് ദി ബീം, നമ്മൾ ബീം കൊടുത്തിട്ട് ബീമിൻ്റെ മുകളിലാണ് സ്ലാബ് കൊടുക്കുക. ബീംസ് ആർ സപ്പോർട്ടഡ് ഓൺ എയ്തർ വാൾസ് ഓർ കോളം, അതായത് 2 പില്ലറിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ 2 ചുമരിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ആയിട്ടാണ് നമ്മൾ ബീം കൊടുക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യണത്, ബീമിനെ സപ്പോർട്ട് ചെയ്യണമെന്നെങ്കിൽ 2 ചുമരായിരിക്കും അല്ലെങ്കിൽ 2 പില്ലേഴ്സ് ആയിരിക്കും. ടേക്സ് വെർട്ടിക്കൽ ലോഡ്സ് ക്യാരി ചെയ്യും. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ്സും ഒക്കെ എടുക്കുന്നുണ്ട് ഈ ബീം പറയുന്നത്. അതിൽ വരുന്ന ഡയറക്റ്റ് ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഒക്കെ എന്താ നിങ്ങൾ TOSൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടേക്സ് ലോഡ് ഫ്രം സ്ലാബ് ആൻഡ് ട്രാൻസ്ഫർ ടു കോളം ബിനീത്ത്, അതായത് നമ്മൾ ഈ സ്ലാബിൻ്റെ അടിയിലാണ് ബീം ഉണ്ടാവുക. അപ്പോൾ ഈ സ്ലാബിൽ വരുന്ന ലോഡ് ഈ ബീം ക്യാരി ചെയ്തിട്ട് ബീം അതെന്ത് ചെയ്യും, ആ ലോഡിനെ കോളത്തിലേക്കോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വാളിലേക്കോ കൊടുക്കും.
യൂഷ്വലി ബീംസ് ആർ മെയ്ഡ് ഓഫ് RCC ആൻഡ് സ്റ്റീൽ. റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ടും ബീം ഉണ്ടാക്കാറുണ്ട്, കാസ്റ്റ് ചെയ്യാറുണ്ട്, സ്റ്റീൽ കൊണ്ടും കാസ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ ബീമും കോളൊക്കെ ഡിസൈന് നമ്മൾ S5 സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബീമിലേക്കുള്ള ലോഡൊക്കെ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലാബിൻ്റെ ലോഡ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, പക്ഷേ സ്ലാബിൻ്റെ ലോഡ് നമ്മൾ ലൈവ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുക. അതപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ലാബിലുള്ള ലോഡ് ബീമിലേക്ക് വരും, ബീമിൽ നിന്ന് അതെന്ത് ചെയ്യും, കോളത്തിനായിട്ടാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കോളം അത് ബേസ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ബേസ്മെൻറ്റ് അത് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി വാളാണ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലാബിൽ നിന്ന് ലോഡ് ഡയറക്റ്റ് ബീമിലേക്ക് വരും, ബീം അത് വാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, വാൾ ബേസ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ബേസ്മെൻറ്റിൽ നിന്ന് അത് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഫൗണ്ടേഷൻ സോയിലിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് കോളാണ് വെർട്ടിക്കൽ സ്ട്രക്ചറൽ എലമെൻ്റ് ആണ്. വെർട്ടിക്കലായി നിൽക്കുന്ന മെമ്പേഴ്സിന്, അതായത് നമ്മളെ പില്ലറിനെയാണ് നമ്മൾ കോളം എന്ന് പറയാം. ടേക്ക് കംപ്രസീവ് ലോഡ്, ഇത് കംപ്രസീവ് ലോഡ് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ, അല്ലാതെ ടെൻസൈൽ ലോഡ് ക്യാരി ചെയ്യൂല. കംപ്രഷനിലാണ് ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പറാണ്. അതായത് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വരുമ്പോൾ ചുരുങ്ങാതെ പിടിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി. ഓക്കെ, ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോങ്ങേഷനും, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കംപ്രസിങ്ങുമാണ് അല്ലേ. കംപ്രഷനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കോളത്തിനുണ്ട്. ടേക്സ് ലോഡ് ഫ്രം ബീംസ് ആൻഡ് ട്രാൻസ്ഫർ ടു ഫൗണ്ടേഷൻ. നേരത്തെ പറഞ്ഞതാണ്, ബീമിൽ വരുന്ന ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യും കോളത്തിലേക്ക്, കോളം അത് ഫൗണ്ടേഷനിലേക്ക് എത്തിക്കും. യൂഷ്വലി കോളംസ് ആർ മെയ്ഡ് ഓഫ് RCC ആൻഡ് സ്റ്റീൽ. റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഉണ്ടാക്കും. ലോങ് കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ്, ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ്. അതായത് ലോങ് കോളം, വലിയ ലാർജസ്റ്റ് കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബക്ലിംഗ് ഉണ്ട്. ബക്ലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളയുന്നതിനെയാണ് ബക്ലിംഗ് എന്ന് പറയുക. ഷോർട്ട് കോളംസ് ആർ ഫെയിൽഡ് ബൈ ക്രഷിംഗ്. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഷോർട്ട് കോളത്തിൻ്റെ ലോങ് കോളത്തിൻ്റെ ഫിഗറാണ്. അല്ല, ഇത് നമുക്കിപ്പോൾ ലോഡ് മുകളിൽ നിന്നാണ് കോളത്തിലേക്ക് ആക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഷോർട്ട് കോളം, അതായത് ചെറിയ സൈസുള്ള കോളം എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്രാക്ക് വന്ന് ഫെയിലിയർ ആവുകയാണ് ചെയ്യുക. ലോങ് കോളാണെന്നുണ്ടെങ്കിൽ വളയണുണ്ടല്ലേ, ഒരു ഭാഗത്തേക്ക് കംപ്ലീറ്റ് ഇങ്ങനെ, അതായത് വളഞ്ഞു വരും, അങ്ങനെയാണത് ഫെയിൽ ആവുക ലോങ് കോളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഷോർട്ട് കോളത്തിൽ വരുന്ന ഈ ഒരു ക്രഷിങ് കൊണ്ട് ഉണ്ടാവുന്ന ഫെയിലിയറിനെ ക്രഷ്ഡ് ഫെയിലിയർ എന്നും, ലോങ് കോളത്തിൽ ലോഡ് ഒരുപാട് വരുമ്പോൾ അങ്ങനെ ഇതേപോലെ ബെൻഡ് ആവണേനെയാണ് ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർച്ചസ് ആണ്. നോർമലി കർവ്ഡ് മെമ്പർ വിത്ത് വെഡ്ജ് ഷേപ്ഡ് ബ്ലോക്സ്, അതായത് കർവായിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ ആർച്ചസ് എന്ന് പറയുന്നത്. ഈ നോർമലി ഹാളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു വാളിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ആർക്കിൻ്റെ രൂപത്തിൽ ആർച്ചൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇത് ചെയ്യണത് കോൺക്രീറ്റ് കൊണ്ടോ ബ്രിക്ക് കൊണ്ടോ സ്റ്റോൺ കൊണ്ടോ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഓപ്പണിങ്സിൻ്റെ മുകളിലാണ് മെയിൻലി നമ്മൾ ആർച്ചായിട്ട് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഓപ്പണിങ്സിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ, ഓപ്പണിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 210 ഹൈറ്റിൽ നമ്മൾ ഫ്രീ ആയി കിടന്നിട്ട് അതിൻ്റെ മുകളിൽ ടോട്ടൽ ഹൈറ്റ് 300 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ആ ഒരു 90 സെൻറ്റിമീറ്റർ നമ്മൾ ആർക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു വെയിറ്റ് മാത്രം ആ ഭാഗത്ത് ക്യാരി ചെയ്യണം. അതിനെയാണ് ആർച്ച് പറയണത്. മെയിൻലി ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജസിൽ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ വിൻഡോ ഒക്കെ മേക്ക് ചെയ്യുന്ന ഭാഗത്ത് വിൻഡോ ഒക്കെ ആർച്ച് ഷേപ്പിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനാണ് ആർച്ചസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ തന്നെ ആർച്ചിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വാൾസ് ആണ്. വാൾസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബ്രിക്ക് ഓർ സ്റ്റോൺ. ബ്രിക്കിൻ്റെയോ സ്റ്റോണിൻ്റെയോ ഒരു ബ്ലോക്ക്, ഒരു സെറ്റ് ബ്ലോക്കിനെയാണ്, ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ വാൾസ് പറയണത്. ഗിവ്സ് എ സ്ട്രക്ചർ ലുക്കിംഗ് ഫോർ ബിൽഡിങ്ങിനൊരു സ്ട്രക്ചർ ലുക്ക് കിട്ടുന്നത് വാൾസ് വരുമ്പോഴാണ്. പ്രൊവൈഡ് ഷെൽട്ടർ, ഇറ്റ് ആൾസോ പ്രൊവൈഡ്, അതായത് വാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ്സ് ദ ബിൽഡിംഗ് സ്പേസ് ഇൻ ടു യൂസ്ഫുൾ റൂംസ്, അതായത് ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ഡിഫറെൻറ്റ് റൂംസ് ആയിട്ട് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, വാൾ കൊടുത്ത് സെപ്പറേറ്റ് ആക്കിയാൽ മതി അല്ലേ. ലോഡ് ബിയറിംഗ് വാൾ സപ്പോർട്ട് ദി സ്ലാബ് വെയിറ്റ്. സ്ലാബിൻ്റെ വെയിറ്റ് ലോഡ് ബിയറിംഗ് വാൾസ്, അതായത് ലോഡ് ക്യാരി ചെയ്യുന്ന വാൾസ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടീഷൻ വാൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു CMBയിൽ, ലോഡ് ക്യാരി ചെയ്യാത്ത വാളാണ്. ബാക്കിയുള്ള നമ്മൾ സ്ലാബിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന വാളൊക്കെ എന്താണ്, ലോഡ് ബിയറിംഗ് വാൾസ് ആണ്. ഇൻ ഫ്രെയിംഡ് ബിൽഡിംഗ് ആക്ട് ആസ് പാർട്ടീഷൻ വാൾസ്. ഫ്രെയിംഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ ഇന്നലെ പഠിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ മെയിനായിട്ട് ഫ്രെയിമാണ്, അതായത് ബീം, കോളം, സ്ലാബ്, ഇതാണ് ലോഡ് ക്യാരി ചെയ്യുക, ഫൗണ്ടേഷൻ. അതിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യണം നമ്മളെ വാൾ എത്ര തിക്നെസ് കൊടുത്താലും ആ വാൾ അറിയണത് ഒരിക്കലും ലോഡ് ക്യാരി ചെയ്യണ വാളായിരിക്കില്ല. ലോഡ് കംപ്ലീറ്റ് എടുക്കുന്നത് ആ ഒരു ഫ്രെയിം സ്ട്രക്ചർ ആയിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, കോൾഡ്, ഡസ്റ്റ്, നോയ്സ്. ഡസ്റ്റിൽ നിന്നും നോയ്സിൽ നിന്നും ഹീറ്റിൽ നിന്നും കോൾഡിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമുക്ക് പ്രൈവസിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൾസ് കൊടുക്കുന്നത്. വാൾസ് സപ്പോർട്ട് റൂഫ്.
റൂഫിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന, റൂഫിൻ്റെ സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഒന്നും കൂടിയാണ് എന്ത്, വാള് എന്ന് പറയണത്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻറ്റ് പറയുന്നത് റൂഫാണ്. അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് ബിൽഡിങ്ങിൻ്റെ അപ്പർ മോസ്റ്റ് പോർഷൻ, അതായത് സ്ലാബിന് തന്നെയാണ് നമ്മൾ റൂഫ് എന്ന് പറയുക, റൂഫ് സ്ലാബ് എന്നാണ് പറയുക ശരിക്കും. പ്രൊട്ടക്ട്സ് ദി ബിൽഡിംഗ് ഫ്രം ഡയറക്റ്റ് റെയിൻ ആൻഡ് ഹീറ്റ്, അതായത് റെയിനിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്ന്, സൺലൈറ്റിൻ്റെ ഇതിൽ നിന്നൊക്കെ ബിൽഡിങ്ങിനെ ഡയറക്റ്റ് എൻട്രി പ്രിവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. പ്രൊട്ടക്റ്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് പ്രൈവസിയും പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്തെറ്റിക് ടു ബിൽഡിംഗ്, അതായത് ഒരു ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി മെയ്ഡ് ഓഫ് RCC കൊണ്ട് ഉണ്ടാക്കും, വുഡ് കൊണ്ട് ഉണ്ടാക്കും, സ്റ്റീല്, ആസ്ബറ്റോസ്, ടൈൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കമ്പിയൊക്കെ കൊടുത്തിട്ട്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമ്പി, സ്റ്റീലിൻ്റെ കമ്പി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടൈലൊട്ടിക്കണേ, അത് തന്നെയാണ് ടൈല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓടിന് തന്നെയാണ് ടൈല് എന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ റൂഫ് ടൈല് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. മേ ബി ഫ്ലാറ്റ്, ആർച്ച്, കർവ്ഡ്, സ്ലോപ്ഡ് ഇൻ ഷേപ്പ്. റൂഫ് ഒന്നെങ്കിൽ ഫ്ലാറ്റ് റൂഫ് ആവാം, ആർച്ച് റൂഫ് ആവാം, കർവ്ഡ് റൂഫ് ആവാം, സ്ലോപ്ഡ് റൂഫ് ആവാം. ഇത് ഏതെങ്കിലും ഷേപ്പിലാവും റൂഫ് കൊടുക്കുന്നത്. ഫ്ലാറ്റ് പറഞ്ഞാൽ ഫ്ലാറ്റ് സ്ലാബ്. ഓക്കെ, റൂഫ് സ്ലാബിൽ ഫ്ലാറ്റ് സ്ലാബ് ഉണ്ടാവും, അത് ഫ്ലാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ കൊടുക്കുന്ന റൂഫ്സ് ആണ് പറയണത് എന്തുണ്ടാവും, സ്ലോപ്പ്, കർവൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫ്ലോർ ആണ്. പ്രൊവൈഡ് ലെവൽ വാക്കിംഗ് സർഫസ്, അതായത് വാക്കിംഗ് സർഫസ് ആയിട്ട്, ഒരു ലെവൽഡ് വാക്കിംഗ് സർഫസ് ആയിട്ട് ഫ്ലോർ ആക്ട് ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഏരിയ ഫോർ വർക്കിംഗ് ആൻഡ് പ്ലേസിങ് എക്യുപ്മെൻറ്റ്സ്, അപ്പോൾ നമുക്ക് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്ട് ചെയ്യുകയാണ് ഫ്ലോർ എന്ന് പറയുന്നത്. പ്രൊവൈഡ് നീറ്റ്നെസ് ടു ദി ബിൽഡിങ്ങിന് നീറ്റ്നെസ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടൈലിംഗ് ഫ്ലോറൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഫ്ലോറിംഗ് ഈസ് ഡൺ എബോവ് ദി പ്ലിന്ത് ലെവൽ ഓർ സ്ലാബ്സ്, അതായത് പ്ലിന്തിൻ്റെ, അതായത് ബേസ്മെൻറ്റിൻ്റെ മുകളിലായിട്ടാണ് ഫ്ലോർ കൊടുക്കുന്നത്. പ്രൊവൈഡ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, കോൾഡ്, ഡസ്റ്റ്, നോയ്സ്, അതായത് പ്രൊവൈഡ് പ്രൈവസി ഓർ പ്രൊട്ടക്ഷൻ തന്നെ, പെട്ടെന്ന് ചൂട് വരില്ല, അതുപോലെ പെട്ടെന്ന് തണുപ്പൊന്നും ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഇപ്പോൾ തണുപ്പും ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ വന്നിട്ടല്ലേ ഇപ്പോൾ നമ്മളിലേക്ക് എത്തുള്ളൂ. അതിനും കൂടി വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ലെവൽ, ഇതിൽ എഴുതാത്തൊരു പോയിൻ്റാണ്, ഡിഫറെൻറ്റ് ലെവലാക്കാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഡിഫറെൻറ്റ് ഫ്ലോർ ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ലെവൽസ് ആക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് ഡോറാണ്. ടു പ്രൊവൈഡ് ആക്സസ് ടു വേരിയസ് ഏരിയാസ് ഇൻ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിലേക്ക് ഡിഫറെൻറ്റ് ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈവസിക്കും ഷെൽറ്ററിനും കൂടി വേണ്ടിയിട്ടാണ് ഡോർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡ് എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ടു റൂംസ്, അതായത് റൂമിലേക്കുള്ള ഒരു എൻട്രി ആയിട്ടും അതുപോലെ തന്നെ ഒരു എക്സിറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം തെഫ്റ്റ് ആൻഡ് റോബറി, അതായത് പെട്ടെന്ന് ഇതൊന്നും ഉണ്ടായിരിക്കും, മോഷണശ്രമങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ആക്ട് ചെയ്യുന്ന ഒരു പ്രൈവസിയാണ് ഡോർ എന്ന് പറയുന്നത്. യൂഷ്വലി മെയ്ഡ് ഓഫ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്ക്, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാം, വുഡ് കൊണ്ട് ഉണ്ടാക്കാം, ഫാബ്രിക്കേഷൻസും അലുമിനിയം ഫാബ്രിക്കേഷൻസൊക്കെ വെച്ചിട്ടും ഡോർ ഉണ്ടാക്കാറുണ്ട്. ക്യാൻ ബി മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, അതായത് ഭംഗിക്ക് അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസസിലൊക്കെ, നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഡോർസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് വിൻഡോ ആണ്. വിൻഡോ പറയുന്നത് പ്രോപ്പർ വെൻറ്റിലേഷന് വേണ്ടിയിട്ടാണ്, അതായത് എയറിൻ്റെ സർക്കുലേഷന് വേണ്ടിയിട്ട്, ലൈറ്റിൻ്റെ സർക്കുലേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രോപ്പർ വെൻറ്റിലേഷന് വേണ്ടിയിട്ടാണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ പ്രൈവസിയും ഷെൽറ്ററും. പ്രൊവൈഡ്സ് ഫ്രഷ് എയർ ആൻഡ് ലൈറ്റ് ഇൻസൈഡ് ദി റൂം, റൂമിനുള്ളിലേക്ക് ഫ്രഷ് എയറും അതുപോലെ തന്നെ ലൈറ്റൊക്കെ കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ഷൻ ഫ്രം തെഫ്റ്റ് ആൻഡ് റോബറി, അതായത് നേരത്തെ പറഞ്ഞ ഡോറിൽ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ്, പെട്ടെന്നുള്ള ഇത് റോബറി ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊട്ടക്ഷനായിട്ട്. യൂഷ്വലി മെയ്ഡ് ഓഫ് വുഡ്, സ്റ്റീല്, ഫാബ്രിക്കേഷൻ വർക്ക് എക്സെട്ര, വുഡ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഫാബ്രിക്കേഷൻ വർക്ക്സ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻ ബി മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, എസ്തെറ്റിക്കിനനുസരിച്ച്, അതായത് ഭംഗിക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡോസും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് സൺഷെയ്ഡാണ്. സൺഷെയ്ഡ് പറയുന്നത് ഒരു കാൻഡിലിവർ സ്ലാബാണ്, അതായത് ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഫ്രീ, അതായത് വാളിലേക്ക് ഫിക്സ് ആക്കി നിർത്തും, ബാക്കി എൻഡ് ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ കാൻഡിലിവർ എന്ന് പറയുക. നിങ്ങൾ ചിലപ്പോൾ TOS പഠിച്ചിട്ടുണ്ടാവും. അത് സൺഷെയ്ഡ് പറയുന്നത് ഒരു കാൻഡിലിവർ സ്ലാബാണ്. കൺസ്ട്രക്റ്റഡ് എബോവ് ലിൻഡലിൻ്റെ മുകളിലാണ് നമുക്ക് സൺഷെയ്ഡ് വരിക. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം വാളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. 60 സെൻറ്റിമീറ്റർ ആണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പ്രൊട്ടക്ട്സ് ഫ്രം റെയിൻ വാട്ടറിൻ്റെ എൻട്രി പെട്ടെന്നുള്ളത് നമ്മളെ ചുമരിലേക്കും അല്ലെങ്കിൽ വീടിനുള്ളിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുന്നത്. ഇറ്റ് കൺട്രോൾസ് എമൗണ്ട് ഓഫ്
ഡയറക്റ്റ് സൺലൈറ്റ് ത്രൂ വിൻഡോസ്, അതായത് നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് വരാതിരിക്കാനും കൂടി വേണ്ടിയിട്ട്, അത് കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പണിങ്സ് ആണ്. പ്രൊവൈഡ്സ് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്തൗട്ട് ഡോർ പ്രൊവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് എൻട്രി എക്സിറ്റും കൊടുക്കാൻ വേണ്ടി ഓപ്പണിങ്സ് ഒക്കെ കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു ഹാളിൽ നിന്ന് ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് അടുത്ത ഡൈനിങ്ങിലേക്ക് പോകണം, അപ്പോൾ ഡോറൊന്നും ആരും കൊടുക്കില്ല. അവിടെ ചിലപ്പോൾ വാളിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് ഓപ്പണിങ്സ് എന്ന് പറയുക. വെൻറ്റിലേഷൻ ആൻഡ് ലൈറ്റ്, വെൻറ്റിലേഷനും ലൈറ്റൊക്കെ ക്ലിയർ ആയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്ലിന്ത് ബീമാണ്. ബീം ഓർ ബെൽറ്റ് കവറിങ് പ്രൊവൈഡഡ് അബവ് പ്ലിന്ത് ലെവൽ, അതായത് പ്ലിന്തിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ എല്ലാ കൺസ്ട്രക്ഷനിലും ഒന്നും ചെയ്യില്ല. ഈ സോയിലിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ സോയിൽ ലൂസ് സോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ എന്ത് ചെയ്യും, ബേസ്മെൻറ്റിൻ്റെ മുകളിൽ ഒരു ബെൽറ്റ് കവറിങ് പോലെ ഈ പ്ലിന്ത് ലെവലിൻ്റെ മുകളിൽ ഒരു ബീം കാസ്റ്റ് ചെയ്യും. അതിനെയാണ് പ്ലിന്ത് ബീം എന്ന് പറയുക. ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് വാട്ടർ, അതായത് ഡാംപ്നെസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലിന്ത് ബീം. ലൂസ് സോയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡാംപ്നെസ് പ്രൂഫ് DPC കൊടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലൊരു പ്ലിന്ത് ബീമും പ്രൊവൈഡ് ചെയ്യും. ടു പ്രൊവൈഡ് ആൻ അഡീഷണൽ സപ്പോർട്ട് ഫോർ ലോഡ് ട്രാൻസ്ഫറിങ് ആൻഡ് വാൾസ്, ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ വാൾസ് സപ്പോർട്ട് ചെയ്ത് നിർത്താനും ഒരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് പ്ലിന്ത് ബീം ആക്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാ കൺസ്ട്രക്ഷനിലൊന്നും പ്ലിന്ത് ബീം കൊടുക്കില്ല. സോയിലിൻ്റെ കപ്പാസിറ്റിക്ക് ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് പ്ലിന്ത് ബീം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിൻഡലാണ്. ലിൻഡൽ പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറാണ്. പ്രൊവൈഡ്സ് അബോവ് ഡോർ ആൻഡ് വിൻഡോ, ഡോറിൻ്റെയും വിൻഡോൻ്റെയും മുകളിലാണ് നമ്മൾ ലിൻഡൽസ് പ്രൊവൈഡ് ചെയ്യുക. ട്രാൻസ്ഫർ ലോഡ് എബോവ് ഡോർസ് ആൻഡ് വിൻഡോസ് ടു ബിനീത്, അതായത് ഈ ലിൻഡലിനുള്ള വെയിറ്റ് അല്ലെങ്കിൽ അതിന് ലിൻഡലിൻ്റെ മുകളിലേക്ക് വരുന്ന വെയിറ്റ് ഡോറിലൂടെയും വിൻഡോയിലൂടെയും കൂടി അതിൻ്റെ താഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് വാളിലേക്കും ബേസ്മെൻറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. യൂഷ്വലി മെയ്ഡ് ഓഫ് RCC ഓർ സ്റ്റീൽ, RCC കൊണ്ട് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. വിഡ്ത്ത് ഓഫ് ലിൻഡൽ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് വാൾ, ലിൻഡലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും വാളിൻ്റെ വിഡ്ത്ത് തന്നെയായിരിക്കും. ഹൈറ്റ് മാത്രമാണ് 15 സെൻറ്റിമീറ്റർ ആവുള്ളൂ. അടുത്തത് സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ഈ ലിഫ്റ്റും റാമ്പും ഒക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ബിൽഡിങ്സിൽ ഇപ്പം മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിങ്സ് അല്ലെങ്കിൽ വേറെയുള്ള പർപ്പസ്, സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലാത്ത ബാക്കിയുള്ള കംപ്ലീറ്റ് ബിൽഡിങ്സിലാണ് നമ്മൾ ഈ ലിഫ്റ്റിൻ്റെയും റാമ്പിൻ്റെ ഒക്കെ ആവശ്യമുള്ളത്. സേഫ് ആക്സസ് ഫ്രം വൺ ഫ്ലോർ ടു അനദർ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള സേഫ് ആക്സസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സ്റ്റെയർ കേസ് ആണെങ്കിലും ലിഫ്റ്റ് ആണെങ്കിലും റാമ്പ് ആണെങ്കിലും. സ്യൂട്ടബിൾ പ്രൊവിഷൻ ടു എസ്കേപ്പ് ഇൻ കേസ് ഓഫ് ഫയർ, അതുപോലെ ഫയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള പ്രൊവിഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ആണെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. സപ്പോർട്ട് ഫോർ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ഫ്ലോർ, അതായത് രണ്ട് ഫ്ലോർസ് തമ്മിലുള്ള മൂവ്മെൻറ്റ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ളൊരു സപ്പോർട്ടായിട്ടാണ് സ്റ്റെയർ കേസും ലിഫ്റ്റും റാമ്പും ഒക്കെ ആക്ട് ചെയ്യണത്. RCC കൊണ്ടും സ്റ്റീൽ കൊണ്ടും ആണ് ഉണ്ടാക്കുന്നത്. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. റാമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പായിട്ട് കൊടുക്കുന്നതാണ് റാമ്പ്. സ്റ്റെയർ കൊടുക്കുന്നതിൻ്റെ പോലെ തന്നെ സ്റ്റെയർ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ റാമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പായിട്ട് നമുക്ക് കയറാനുള്ള ആക്സസ് ഹോസ്പിറ്റൽസിലൊക്കെ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടാവും റാമ്പ്. നെക്സ്റ്റ് ചെഡ്ജാസ് ആണ്. ചെഡ്ജാസ് അല്ലെങ്കിൽ ഈവ്സ് എന്ന് പറയും. ഓവർ ഹാങ്ങിങ് കവർ ഫോർ വിൻഡോസ് ആൻഡ് ഡോർസ്, അതായത് സാധാരണ ഒരു സൺഷെയ്ഡ് പോലല്ല, ഡബിൾ തിക്നെസ്സിൽ പഴയ ഇപ്പം ഈ പാലസോളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ ഡോറിൻ്റെ മുകളിലുള്ള ഈ ഒരു ഓവർ ഹാങ്ങിങ് കവറിനെയാണ് ചെഡ്ജാസ് അല്ലെങ്കിൽ ഈവ്സ് എന്ന് പറയണത്. ബിൽഡിംഗ് കമ്പോണൻ്റ് ആണ്. എക്സ്റ്റേണൽ സൺലൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, റെയിൻ വാട്ടറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് ബിൽഡിങ്ങിന് കൊടുക്കുക. ഇതൊക്കെ തന്നെ സാധാരണ ഒരു സൺഷെയ്ഡിൻ്റെ അതേ ഫങ്ഷൻസ് തന്നെയാണ് ചെഡ്ജാസിന് അല്ലെങ്കിൽ ഈവ്സിനും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാരപ്പറ്റാണ്. പാരപ്പറ്റ് പറഞ്ഞ ഫിഗറിൽ നിങ്ങൾക്ക് അറിയാം, നമ്മളെ സ്ലാബിന് മുകളിൽ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് വാള് എലോങ് ദി എഡ്ജസ് ഓഫ് റൂഫ്, റൂഫിൻ്റെ എഡ്ജസിലൂടെ കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പാരപ്പറ്റ് എന്ന് പറയണത്. ഓർ ബാൽക്കണീൻ്റെ ഒക്കെ മുകളിൽ കൊടുക്കും നമ്മൾ, അല്ലേ. മെയ്ഡ് എബോവ് ഫ്ലാറ്റ് റൂഫ്, ഫ്ലാറ്റ് റൂഫിൻ്റെ മുകളിലാണ് നമ്മൾ പാരപ്പറ്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊട്ടക്റ്റീവ് എഡ്ജ് ഫ്രം ഫാളിങ്, നമ്മളെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് റൂഫിൽ നിന്ന് വീഴാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഈ പാരപ്പറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയണത് നമ്മളിപ്പോൾ പഠിച്ച ഓരോന്നിനെ കുറിച്ച്, ഇപ്പോൾ ഫൗണ്ടേഷൻ, ഫ്ലോർ, ഡോറ്, വിൻഡോ, അങ്ങനെ കുറച്ച് കമ്പോണൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫൗണ്ടേഷൻ. നേരത്തെ പറഞ്ഞു, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡ് സബ് സോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു വാള് കണ്ടില്ല, അല്ലെങ്കിൽ ഒരു കോളം, അതിൻ്റെ താഴെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുക. അതിൻ്റെ ബോട്ടത്തിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ് ഫൗണ്ടേഷൻ്റെ. ഇനിയാണ് വരുന്ന മെയിനായിട്ട് ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ
ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ ടൈപ്പാണ് ഫൗണ്ടേഷൻസ് ഉള്ളത്? ഷാലോ ഫൗണ്ടേഷൻ എന്നും ഡീപ്പ് ഫൗണ്ടേഷൻ എന്നാണ് ഫൗണ്ടേഷനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഷാലോ ഡെപ്ത് ആയിരിക്കും, അതായത് ചെറിയ ഡെപ്ത് ആയിരിക്കും. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഡെപ്ത് ആയിരിക്കും, അതായത് ഹൈ ഡെപ്ത്, അത്രയും ആഴത്തിലുള്ള ഡെപ്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഷാലോ ഫൗണ്ടേഷൻ പഠിക്കാൻ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ആണെങ്കിൽ, അതായത് രണ്ടും സെയിമോ അല്ലെങ്കിൽ കുറവോ ആണെങ്കിൽ, ഡെപ്ത് പറയുന്നത് വിഡ്ത്തിനേക്കാൾ കുറവോ വിഡ്ത്തിനോട് ഈക്വലോ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിഡ്ത്ത് നമ്മൾ 60 കൊടുക്കുക, അപ്പോൾ 60/60 വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ 60/50 എന്ന് വരികയാണെങ്കിൽ, അതായത് വിഡ്ത്തിനേക്കാൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത്, 60-ലേറെ കൂടുകയാണ് ഡെപ്ത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 60 വിഡ്ത്താണ്, 70, 80, 100, 200, 300 ഒക്കെയാണ് ഡെപ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ ഡീപ്പ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണത്. അതിൽ ഷാലോ ഫൗണ്ടേഷനിൽ 5 എണ്ണം, ഡീപ്പ് ഫൗണ്ടേഷനിൽ 3 എണ്ണം സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഐസൊലേറ്റഡ് ഓർ സ്പ്രെഡ് ഫൂട്ടിംഗ്, വാൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, കാൻഡിലിവർ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ്, മാറ്റ് ഓർ റാഫ്റ്റ് ഫൂട്ടിംഗ്. ഇത്രയാണ് ഷാലോ ഫൗണ്ടേഷനിൽ വരുന്നത്. ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്നത് പൈൽ ഫൗണ്ടേഷൻ, വെൽ ഓർ കേസൺ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ. ഈ 3 എണ്ണമാണ് ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണം ഷാലോ ഫൗണ്ടേഷനിലും ബാക്കി 3 എണ്ണം ഡീപ്പ് ഫൗണ്ടേഷനിലും പഠിക്കാം. ഷാലോ ഫൗണ്ടേഷനിൽ വേറെയും വരുന്നുണ്ട് കേട്ടോ, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, അങ്ങനെ കുറച്ച് ഒരു 2-3-4 ടൈപ്പ് വേറെയും വരുന്നുണ്ട്. ഈ 5 എണ്ണമെങ്കിലും മിനിമം പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ 5 എണ്ണം പറയുന്നത്. ഒരു 9-10 എണ്ണമൊക്കെ ഉണ്ട് പഠിക്കാനാണെങ്കിൽ, അപ്പം നമുക്ക് അത്രയും ഡീപ്പായിട്ട് വേണ്ട, ഒരു 5 എണ്ണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ്. മോസ്റ്റ് കോമൺ ആൻഡ് എക്കണോമിക്കൽ ടൈപ്പ്, അതായത് എക്കണോമിക്കലാണിത്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്നതുമാണ്. ജനറലി യൂസ്ഡ് ഫോർ ഓർഡിനറി ബിൽഡിംഗ്, സാധാരണ ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഐസൊലേറ്റഡ് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിംഗ്, അതായത് ഓരോ കോളത്തിൻ്റെ അടിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിംഗിൾ ഫൂട്ടിംഗ് ആണ് ഉണ്ടാവുക, ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് എന്നുള്ള വേർഡ് തന്നെ എന്താണ്, സിംഗിൾ എന്നാണ്, സിംഗിൾ എന്നുള്ളതാണ്. ഹാവ് ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിംഗ്, അതാണ് ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈച്ച് കോളം ആ സിറ്റ്സ് ഓൺ ഫൂട്ടിംഗ്, ഇപ്പോൾ ഒരുപാട് കോളംസ് കൊടുക്കുകയാണെങ്കിൽ ആ കോളത്തിനൊക്കെ അതിൻ്റെ താഴെ അതിൻ്റേതായ ഒരു സിംഗിൾ ഫൂട്ടിംഗ് ഉണ്ടായിരിക്കും. ഫൂട്ടിംഗ് മേ ബി റെക്റ്റാങ്കുലർ, സ്ക്വയർ ഓർ സർക്കുലർ ഇൻ ഷേപ്പ്. ഒന്നെങ്കിൽ റെക്റ്റാങ്കുലർ ആവാം, അല്ലെങ്കിൽ സർക്കുലർ ആവാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആവാം, ഒക്കെ നമ്മൾ ഐസൊലേറ്റഡിൽ കൊടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മളെ റൈറ്റ് സൈഡിലെ ഒരു ഫിഗർ കണ്ടില്ലേ, അതായത് സ്ലോപ്പായിട്ടാണ് കൊടുത്തത്, അതായത് സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. സ്റ്റെപ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഇതാണ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പാഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നുണ്ട്, അതായത് ഡയറക്റ്റ് ഒരു സിംഗിൾ ഫൂട്ടിംഗ്, ഒരു കോളുണ്ട്, അതിൻ്റെ താഴെ ഒരു ഫൂട്ടിങ്ങും ഉണ്ട്, അതായത് സാധാരണ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് എന്ന് പറയും. അടുത്തത് സ്റ്റെപ്പ്ഡ്, അതായത് കോളുണ്ട്, സ്റ്റെപ്പായിട്ടാണ് ഫൂട്ടിംഗ് കൊടുത്തിട്ടുള്ളത്, അതിന് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. അടുത്തത് ഇതാ സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ്, അതായത് കോളുണ്ട്, സ്ലോപ്പായിട്ടാണ് ഫൂട്ടിംഗ് കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു കോളത്തിൻ്റെ താഴെ അതിൻ്റേതായിട്ടുള്ള ഒരു ഫൂട്ടിംഗ് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുക. അതിൻ്റെ കാറ്റഗറീസാണ് പിന്നെ സ്റ്റെപ്പ്ഡും സ്ലോപ്പ്ഡും അതുപോലെ തന്നെ റെക്റ്റാങ്കുലറും ഒക്കെ. നെക്സ്റ്റ് വാൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. വാൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈച്ച് സ്ട്രിപ്പ് കണ്ടെയ്ൻ നമ്പർ ഓഫ് ഫൂട്ടിങ്സ്, അതായത് 2 വാൾസിനെ, ഇപ്പോൾ 2 വാളുണ്ട് ഒരു ഏരിയയിൽ എന്നുണ്ടെങ്കിൽ ആ 2 വാളിനെ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്നതിനെയാണ് വാൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് 2 വാൾസ് ഉണ്ടെങ്കിൽ 2 വാളിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫൂട്ടിംഗ് കൊടുക്കുകയാണ് അതിൻ്റെ താഴെ. ഈ ഹെൽപ്പ് ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ഫ്രം കോളം ടു ഗ്രൗണ്ട്, കോളത്തിൻ്റെ ലോഡ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ വാളിലെ ലോഡ് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്ട്രിപ്പ് വിൽ അലോങ് ദി ഡയറക്ഷൻ ഓഫ് വാൾ, വാളിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്യുക. എ ഗ്രൂപ്പ് ഓഫ് കോളം ഷെയർ സിംഗിൾ ലെങ്തിയർ ഫൂട്ടിംഗ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ കൊടുക്കുന്ന അത്രയും വാൾസിനെ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഒരു ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ വാൾ ഓർ സ്റ്റെപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുക. അതാണ് ഒരൊറ്റ എത്ര ലെങ്തിയർ ആണെന്നുണ്ടെങ്കിലും അത്രയും ലെങ്തിയറിൽ ഇപ്പം അത്രയും ഇതായിട്ട് തന്നെയാണ് നമ്മൾ ഫൂട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുക, സിംഗിളായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്. നെക്സ്റ്റ് കമ്പൈൻ ഫൂട്ടിങ്, ഫൂട്ടിംഗ് മെയ്ഡ് കോമൺ ടു മോർ ദാൻ 1 കോളം, ഒരു കോളത്തിന് മാത്രമായിട്ടല്ല, ഒരു കോളത്തിന് മാത്രം കൊടുക്കുമ്പോൾ അതിനെ വാൾ ഫൂട്ടിങ് കോളം ഫൂട്ടിംഗ് എന്നാണ് പറയുക, നമ്മൾ സിംഗിൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നാണ് പറയുക. 2 കോളത്തിലൊക്കെ മോർ ദാൻ ഒരു കോളത്തിനേക്കാൾ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കമ്പൈൻ ഫൂട്ടിംഗ് എന്ന് പറയാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്സ് ആണ്. കോളംസ് ക്ലോസ്ലി അടുത്തടുത്ത് സ്പേസ് ചെയ്തിരിക്കുന്ന കേസിലാണ് നമ്മൾ കമ്പൈൻ ഫൂട്ടിംഗ് കൊടുക്കുക. നെക്സ്റ്റ് കാൻഡിലിവർ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. നിയർ ബൈ ഫൂട്ടിങ്സ് കണക്റ്റഡ് ബൈ എ സ്ട്രാപ്പ് ബീം, അതായത് നമ്മളിപ്പോൾ 2 കോളംസ് ഉണ്ട്,
ആ 2 കോളംസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട്, അതായത് 2 ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യും. ആ 2 ഫൂട്ടിങ്സിനെ കണക്ട് ചെയ്തിട്ട് ഇടയിലൊരു ബീം കൊടുക്കും. ഇത് കണ്ടില്ലേ, 2 ഫൂട്ടിങ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ 2 ഫൂട്ടിങ്സിൻ്റെ ഇടയിൽ ചെറിയൊരു ബീം കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ 2 ഫൂട്ടിങ്സിനെയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ പില്ലർ അല്ലെങ്കിൽ കോളം വരിക. വെൻ എഡ്ജസ് ഓഫ് ഫൂട്ടിങ് കനോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് പ്രോപ്പർട്ടി ലൈൻ. അതായത് ഇപ്പോൾ നമ്മൾ 2 കോളത്തിലും ഒരേപോലെയല്ല ലോഡ് വരുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്കിത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കോളം ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലാണ് നിൽക്കണമെന്ന് വിചാരിക്കാം, ഒരു കോളം നമ്മൾ ഗ്രൗണ്ടിൽ പോർച്ചിലാണ് നിൽക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ, അതായത് പ്രോപ്പർട്ടി ലൈനിൽ തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ അതേ ലൈനിലല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ രണ്ടിനും ഓരോ ഫൂട്ടിങ്സ് സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ബീം കൊടുക്കുകയാണ് ചെയ്യുക. അതിനെയാണ് കാൻറ്റിലിവർ സ്റ്റാപ്പ് ഫൂട്ടിങ് പറയുന്നത്. മാറ്റ് ഓർ റാഫ്റ്റ് ഫൂട്ടിങ് എന്ന് പറയുന്നത് നമ്മളെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സോയിലിൽ പുവർ ആണെങ്കിൽ, ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിയറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സോയിലിന് ലോഡ് വരുമ്പോൾ സ്ലൈഡ് ചെയ്യാതെ മാക്സിമം ആ വരുന്ന ലോഡിനെ, അതായത് ബിൽഡിങ്ങിൻ്റെ ലോഡിനെ കംപ്ലീറ്റ് പിടിച്ചു നിർത്താനുള്ള ആ സോയിലിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി, എത്ര മാക്സിമം ലോഡ് വന്നു കഴിഞ്ഞാലും സ്ലൈഡിങ് ഒന്നും ഇല്ലാതെ അതായത് പിടിച്ച് നിർത്തുക, ക്യാരി ചെയ്ത് നിർത്തുക, ആ കപ്പാസിറ്റിനെയാണ് ബിയറിങ് കപ്പാസിറ്റി എന്ന് പറയുക. അത് ലോ ആയിട്ടുള്ള കേസിലാണ് നമ്മൾ ഈ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഡ് ഫ്രം നമ്പർ ഓഫ് കോളം ഈസ്, ഒരുപാട് കോളംസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരു സിംഗിളായിട്ട് ലാർജ് ഫൂട്ടിങ് കൊടുക്കുക, അതിനാണ് ഈ മാറ്റ് എന്ന് പറയുന്നത്. ഒരു മാറ്റ് പോലെയാണ് ഇത് ആക്ട് ചെയ്യണത്. മാറ്റ് പറഞ്ഞാൽ എന്താ അറിയില്ലേ, ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് കോളംസ് ഉണ്ട്, ഒരു ഫിഗറും കൂടി ഉണ്ട്, അതും കൂടി കാണുമ്പോൾ മനസ്സിലാവും. ആ കോളത്തിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഈ മാറ്റ് ഓർ റാഫ്റ്റ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യും. അതിനെ ഒരുപാട് കോളംസിന്, ഇപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പ്ലാനും അതിൻ്റെ എലിവേഷനും കൂടി ഉണ്ടാവും. കണ്ടില്ലേ ഇവിടെ C1 C2 C3 എന്ന് എഴുതിയിട്ടുള്ളത്, അത്രയും 9 കോളംസ് ഉണ്ട്. ആ 9 കോളംസിനെ കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ഫൂട്ടിംഗ് ആയിട്ടൊരു മാറ്റ് കൊടുത്തിരിക്കുന്ന അതിനെയാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഹെവി കൺസ്ട്രക്ഷനിലൊക്കെയാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി കുറവായിട്ടുള്ള കേസിലുമാണ് നമ്മൾ ഈ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഈ ഷാളോ ഫൗണ്ടേഷൻ വരെയുള്ള നോട്ട്സ് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം.